Hi all, welcome back. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് NGRX എൻറ്റിറ്റീസ്. ഇതിനകത്ത് NGRX എൻറ്റിറ്റീസ് എൻറ്റിറ്റി അഡാപ്റ്റർ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എടുക്കുക, എന്താണ് എൻറ്റിറ്റി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിനകത്ത് നമുക്കൊരു കളക്ഷൻ ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എൻറ്റിറ്റീസ് വേണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ hobbies.json ഉണ്ട്. ഈ ഹോബീസിനകത്ത് റീഡിങ്, റൈറ്റിംഗ്, സ്പോർട്സ് 3 വാല്യൂസ് ഉണ്ട്. ലാംഗ്വേജസ് നോട്ട്സിനകത്ത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് രണ്ടും നമ്മുടെ സ്റ്റോറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ഫോമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഹോബീസ് എന്ന രീതിയിലായിരിക്കും. എൻറ്റിറ്റീസ് എന്ന രീതിയിലായിരിക്കും അത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഇപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റിറ്റീസ് ആദ്യം നമുക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NGRX.entity എന്ന് പറയുന്ന വേർഷൻ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. എഫ്എക്സും എൻറ്റിറ്റിയും സ്റ്റോറും ഇന്റർഡിപെൻഡന്റ് ആണ്. മൂന്ന് പാക്കേജസ് ആണ്. സ്റ്റോറിനകത്ത് വരുന്നതല്ല എഫ്എക്സും എൻറ്റിറ്റീസും. ഇത് രണ്ടും അവിടെ ഡിപ്പെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ എഴുതിയിട്ടുള്ളത് HTTP ഇൻഡസ്ട്രി ഒരു സർവീസ് ആഡ് ചെയ്തു, HTTP സർവീസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഈ hobbies.jsonന്റെ വാല്യൂസ് ഞാൻ തൽക്കാലം റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം movies.fxൽ പോയിട്ട് പുതിയൊരു എഫക്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് action.pipe_of_action.login. നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ലോഗിൻ action.login ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എടുക്കും. അതിനകത്തുനിന്ന് values.hobbies മാത്രം റിട്ടേൺ ചെയ്യും. ഈ ഹാബീസ് അത് action.hobbies എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷനും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലോഗിൻ പേജ് തന്നെയാണ് ഞാൻ അതിൻ്റെ ഗ്രൂപ്പായിട്ട് ഇട്ടിരിക്കുന്നത്. ഹോബീസ് പ്രോപ്സിനകത്ത് ഹോബീസ് ഓഫ് സ്ട്രിങ് കൊടുത്തു. നമുക്ക് സ്ട്രിങ് മാത്രമല്ല കൊടുക്കാൻ പറ്റുന്ന, എന്ത് വേണമെങ്കിലും ഒബ്ജക്റ്റ് ഓഫ് എന്ത് അറേ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇത്രയും കൊടുത്തതിന് ശേഷം എഫക്ട്സിനകത്ത് വന്നിട്ട് നമ്മൾ ഈ ലോഗിൻ്റെ സമയത്ത് ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എടുക്കുന്നു. ആ ഹോബീസിനകത്തോട്ട് hobbies.val.hobbies പാസ് ചെയ്യുന്നു. അതിനുശേഷം ഇനി നമുക്ക് പോകേണ്ടത് റെഡ്യൂസർ ആണ്. user.reducerനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും user.reducerനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, സ്റ്റേറ്റ് ഒരു എൻറ്റിറ്റി ഈ ഒരു ഓൺ ഹോബീസിനകത്ത് വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് ഒരു എൻറ്റിറ്റി അഡാപ്റ്റർ വെച്ചിട്ടാണ്. എന്താണ് എൻറ്റിറ്റി അഡാപ്റ്റർ നമുക്ക് രണ്ടാമത് നോക്കാം. അതായത് ഹോബീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റോർ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ എക്സ്റ്റെൻഡ് എൻറ്റിറ്റി സ്റ്റേറ്റ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ തന്നെ ഓൾ സ്റ്റേറ്റിൽ തന്നെ എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ ഹോബീസ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഹോബീസ് എന്നുള്ളത് വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ഹോബീസ് വിച്ച് ഇസ് ഓഫ് എൻറ്റിറ്റി സ്റ്റേറ്റ് ഓഫ് സ്ട്രിങ്. അതിനകത്ത് വേറെ ഐഡീസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാം. യൂസറിന് കൊടുക്കുന്ന പോലെ ഇതിനകത്ത് വേറെ എൻറ്റിറ്റീസ് നമുക്ക് എഴുതണമെങ്കിൽ എഴുതാം. തൽക്കാലത്തേക്ക് ഞാൻ അത് എഴുതുന്നില്ല. പിന്നെ ഇതിനകത്ത് എൻറ്റിറ്റി അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എൻറ്റിറ്റി അഡാപ്റ്ററിനകത്ത് എൻറ്റിറ്റി അഡാപ്റ്റർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റിട്ടേൺസ് ടെക്നിക്കലി ജനറിക് ഒരു സിംഗിൾ എൻറ്റിറ്റി സ്റ്റേറ്റ് കളക്ഷന്റെ എൻറ്റിറ്റി അഡാപ്റ്റർ റിട്ടേൺ ചെയ്യുന്നതാണ് ക്രിയേറ്റ് എൻറ്റിറ്റി അഡാപ്റ്റർ. അതായത് നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഫങ്ഷൻസ്, ഈ ഒരു എൻറ്റിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒത്തിരി ഫങ്ഷൻസ് വരുന്ന എൻറ്റിറ്റി അഡാപ്റ്ററിനകത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് എൻറ്റിറ്റി അഡാപ്റ്റർ ഓഫ് സ്ട്രിംഗ് ടൈപ്പ് ഓഫ് സെലക്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിനകത്ത് യുണീക്ക് ഐ ഡി കൊടുക്കണം. അതായത് നമ്മൾ എൻറ്റിറ്റീസ് വരുന്നത് ഈ രൂപത്തിലാണ്. ഒരു ഐഡീസിന്റെ ഒരു അരയുണ്ട്. അത് കഴിഞ്ഞ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ഒരു അരയുണ്ട്. ഇതിനകത്ത് A1 എൻറ്റിറ്റി ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ഐഡീസ് A1 എന്ന് പറയുന്ന ഐ ഡി വെച്ചിട്ടായിരിക്കും A1 എൻറ്റിറ്റി എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഐഡീസും ഒരു എൻറ്റിറ്റീസും വരും. ഈ ഐഡീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കണം എന്ന് നമുക്ക് ശരിക്കും ഐ ഡി എന്ന് പറഞ്ഞൊരു അട്രിബ്യൂട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ക്രിയേറ്റ് എൻറ്റിറ്റി അഡാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതിപ്പോൾ നമുക്ക് പാസ് ചെയ്യുന്ന വാല്യൂ ഇതിനകത്ത് സ്ട്രിങ് ആണ്. റീഡിങ്,
ഹോബീസ് ആണ് പാസ് ചെയ്യുന്നത്. ആ ഹോബീസ് തന്നെ ഐഡീസ് ആയിട്ടും ഇവിടെ വരാം. അതാണ് സെലക്ട് ഐഡി ഓഫ് വാല്യൂ ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞ എൻറ്റിറ്റി അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എൻറ്റിറ്റി അഡാപ്റ്റർ ഡോട്ട് ഗെറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ വെച്ച് ഹോബീസും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഈ നമ്മുടെ ആ ആക്ഷൻ ട്രിഗർ ചെയ്യുന്നിടത്ത് സ്റ്റേറ്റ് ഓഫ് ആക്ഷനകത്ത് നമ്മൾ സ്റ്റേറ്റ് ഹോബീസിനകത്ത് എൻറ്റിറ്റി അഡാപ്റ്റർ ഡോട്ട് സെറ്റ് ഓൾ ഓഫ് ആക്ഷൻ ഡോട്ട് ഹോബീസ് ആൻഡ് സ്റ്റേറ്റ് ഡോട്ട് ഹോബീസ് നടക്കും. ആക്ഷൻ ഡോട്ട് ഹോബീസ് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന പ്രോബും, സ്റ്റേറ്റ് ഡോട്ട് ഹോബീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോബീസ് ആണ്. ഈ ഓത്ത് സ്റ്റേറ്റിനകത്ത് കറന്റ് സ്റ്റേറ്റ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ. ഇനി നമുക്ക് ലാംഗ്വേജസ് കൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ലാംഗ്വേജസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഇന്റർഫേസ് ലാംഗ്വേജസ് എക്സ്റ്റെൻഡ്, അത് നമുക്ക് എൻറ്റിറ്റി സ്റ്റേറ്റ് ഓഫ് സ്ട്രിംഗ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ടൈപ്പ് ആയിരിക്കും. ഇനിഷ്യൽ സ്റ്റേറ്റിനകത്ത് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രിയേറ്റ് എൻറ്റിറ്റി അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ലാംഗ്വേജ് എൻറ്റിറ്റി വാല്യൂ ഇംപ്ലൈസ് ഓഫ് വാല്യൂ എന്തായിരിക്കും അതിൻ്റെ ഐഡന്റിറ്റി? കാരണം നമുക്ക് ഇതിനകത്തും നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ, അല്ലെങ്കിൽ ചേസിനകത്ത് ചേസിനകത്തൊന്നും എല്ലാം സ്ട്രിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ID1 വാല്യൂ അടയാളം ഇങ്ങനെ കൊടുക്കാം. അതന്നെ കോപ്പി ചെയ്തിട്ട് വാല്യൂ ഇംഗ്ലീഷിനും കൊടുക്കാം. ID എന്നുള്ളത് 2 കൊടുത്തു, ഇവിടെ വാല്യൂ എന്നുള്ളത് ഇംഗ്ലീഷ് കൊടുത്തു. ഇനി നമ്മൾ റെഡ്യൂസറിൽ വരുമ്പോൾ നമുക്കൊരു ഇന്റർഫേസ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. ID of type string value export interface ലാംഗ്വേജ് മോഡൽ. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ലാംഗ്വേജ് എക്സ്റ്റെൻസ് ലാംഗ്വേജ് മോഡലിനാക്കി. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, കാരണം അവിടെ ഓൾറെഡി ID എന്നൊരു അട്രിബ്യൂട്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ഇനിഷ്യൽ സ്റ്റേറ്റ് വന്നിട്ട് ക്രിയേറ്റ് എൻറ്റിറ്റി അഡാപ്റ്റർ വന്നു. നമ്മൾ ലാംഗ്വേജസ് എന്ന് പറയുന്നത്
get initial state. ഇതെന്താണ് അത് വരുന്നത്? State of string, language model. ഇവിടെ entity state of language model. Create entity adapterനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ടൈപ്പും നമ്മൾ entity സ്റ്റേറ്റിൽ പാസ് ചെയ്യുന്ന ടൈപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റിൽ ചെയ്യാൻ ഒരു ആക്ഷൻ വേണം. Export constant languages equals create action languages props of ഇവിടെ prop എഴുതുമ്പം language of type language model നമ്മൾ ആക്ഷൻ എഴുതി. ഇനി നമ്മൾ എഫക്ട്സിലേക്ക് പോവാണ്. ഇത് ആസച്ച് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഈ ഹോബീസ് എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഒരു ആക്ഷനിൽ തന്നെ 2 എഫക്ട്സ് പറ്റും. ഇതിനകത്ത് I'll put it as language user login get user details. ഇത് get user details ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒറ്റയടിക്ക് 2 ഫങ്ഷൻസ് ആയിട്ട് ചെയ്യാം. അങ്ങനെ 2 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് വേണ്ട. ഇവിടെ നമ്മൾ ആക്ഷൻ ഡോട്ട് ഹോബീസ് ഡോട്ട് ലാംഗ്വേജസ് എന്നല്ല കൊടുത്തിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഇതിനൊരു ചെറിയൊരു വ്യത്യാസം വരണം. ലൈക്ക് ഈ ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് 2 തവണ വിളിച്ചുകൂടാ. ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഡേറ്റ വെച്ച് 2 entity മാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ആക്ഷൻ എഴുതാൻ. അത് നമ്മൾ അടുത്തത് എഴുതുന്നതായിരിക്കും. ഇവിടെ വാല്യൂ ഹോബീസ് എന്ന് പറയും ആക്ഷൻ ഡോട്ട് ലാംഗ്വേജസ് വാല്യൂ ഡോട്ട് ലാംഗ്വേജസ്. എഫക്ട്സ് ആയി. ഇനി നമ്മൾ റെഡ്യൂസറിലേക്ക് പോവാണ്. യൂസർ ഡോട്ട് റെഡ്യൂസർ ഡോട്ട് ts ഇവിടെ നമ്മൾ ഒരു റെഡ്യൂസർ ഒരു കോമ ഇട്ടു. എൻട്രി എവിടെയാണ്? user actions dot languages. ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റും ആക്ഷനും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്ത് സ്റ്റേറ്റ് എന്താണോ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് പോവും. ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എൻറ്റിറ്റി അഡാപ്റ്റർ dot set all of action dot languages. action dot languages അല്ല, action dot lang അല്ലേ നമ്മളിവിടെ കൊടുത്തത്. action dot lang. action dot langന്റെ കൂടെ നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റേറ്റ് ഡോട്ട് ലാംഗ്വേജസ് പാസ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് ഹോബീസ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴെ സ്റ്റേറ്റ് ഡോട്ട് ലാംഗ്വേജസ് പാസ് ചെയ്യണം. ഇവിടെ എന്താ പറ്റി? കനോട്ട് ഫൈൻഡ് സ്റ്റേറ്റ് ഡോട്ട്. ഇവിടെ ഒരു ബ്രേസസ് മിസ്സിംഗ്. ശരി. ഓക്കെ, നമ്മളിവിടെ കണ്ട ലാംഗ്വേജ് മോഡൽ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ലാംഗ്വേജ് മോഡലിൽ അറേ ആണ് അവിടെ വരിക. കാരണം നമ്മൾ അവിടെ അറേ അല്ല, ഹോബീസ് ഡോട്ട് ജെയ്സണിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അറേ ആണ്. എൻറ്റിറ്റി കളക്ഷൻസിനകത്തും അറേ ആണ്. അപ്പോൾ അവിടെ റെഡ്യൂസറിനകത്ത് അതുകൊണ്ടാണ് നമുക്ക് ആ എറർ വന്നത്. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെലക്ടേഴ്സ് ഡിഫൈൻ ചെയ്യണം. അതിന് മുമ്പ് ഒരു എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് എറർ വരുന്നത്? ഇവിടെ എക്സ്ട്രാ ഒരു ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് സെലക്ടേഴ്സ് ആണ്. നമുക്കിപ്പം ഇവിടെ വന്നിട്ട് ആപ്പ് ഡോട്ട് കമ്പോണന്റ് ഡോട്ട് പി എസിൽ വന്നിട്ട് എനിക്ക് ഈ ഡേറ്റാസ് ആക്ച്വലി സ്പീക്കിംഗ് എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പം ഇപ്പം സെലക്ട് ഓൾ കൺസോൾ, ഇപ്പം ഇതിനകത്ത് ദിസ് ഡോട്ട് സെലക്ട് ഓളിനകത്ത് ഹോബീസ് കാണാം. ഹോബീസ് നമുക്ക് കൺസോൾ ലോഗ് ചെയ്താൽ കാണാൻ പറ്റും. ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് നോട്ട് എ ലെറ്റർ. നോക്കാം എന്താണുള്ളത്. ഇവിടെ കൺസോൾ കൊടുത്ത് അൺഡിഫൈൻഡ് വരുന്നുണ്ട്. ഹോബീസ് ഡോട്ട് ജെയ്സണിനകത്ത് സോറി ദിസ് ഇസ് ലാംഗ്വേജസ് നോ. അപ്പം എഫക്ട്സിനകത്തും നമ്മൾ ഇവിടെ ലാംഗ്വേജസ് നോ, ഇവിടെ വോൾ ഡോട്ട് ലാംഗ്വേജസ് നോ എന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ എറർ അടിച്ചത്. ഓർത്തോട് എന്തിനകത്ത് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് എഫക്ട്സിനകത്ത് കൺസോൾ ലോഗ് ചെയ്താണ്. ഈ സെലക്ട് ഓൾ റീഡിംഗ് റൈറ്റിംഗ് സ്പോർട്സ് എന്ന് പറയുന്ന ഹോബീസ് സ്റ്റോറിനകത്ത് നിന്ന് വന്നതാണ്. അതെങ്ങനെയാണ് നമ്മളിനി സ്റ്റോറിനകത്തുനിന്ന് റീഡ് ചെയ്യുക, അതാണ് നമ്മളിനി സെലക്ടേഴ്സിൽ എഴുതാൻ പോകുന്നത്. നമ്മൾ നേരെ ചെന്നിട്ട് സെലക്ടേഴ്സ് എവിടെ, യൂസർ ഡോട്ട് സെലക്ടർ ഡോട്ട് ടി എസിനകത്ത് ഇവിടെ ഞാൻ സെലക്ട് ഓൾ ഉണ്ട്. ഈ സെലക്ട് ഓൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എൻറ്റിറ്റി അഡാപ്റ്റേഴ്സിനകത്ത് തന്നെ കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് സെലക്ടേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്പോർട്ട്
constant ഞാൻ ഇതിനെ ഹോബി സെലക്ടർ എന്നിടാം. ഹോബീസ് അല്ല, ലാംഗ്വേജ് സെലക്ടേഴ്സ്. ലാംഗ്വേജ് സെലക്ടേഴ്സ് equals to language entity adapter dot get selectors. ഇതിനകത്ത് സെലക്ട് ഐഡ്സ്, ഇപ്പം ഈ ഗെറ്റ് സെലക്ടേഴ്സിനകത്തുള്ളതാണ് സെലക്ട് ഐ ഡീസ്, സെലക്ട് എൻറ്റിറ്റീസ്, സെലക്ട് ഓൾ, സെലക്ട് ടോട്ടൽ. അങ്ങനെ 3-4-5 ഫങ്ഷൻസ് അതിനകത്ത് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്രയും നമ്മളിവിടെ റെഡ്യൂസറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ സെലക്ട് ഐ ഡീസ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് സെലക്ട് ഐ ഡീസ് ഓൾറെഡി ഹോബീസിനകത്ത് നമ്മൾ ഫ്യൂസ് ചെയ്ത് പോയല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ലാംഗ്വേജ് സെലക്ടേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ലാംഗ്വേജസിനെ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ടർ വേണം. അതായത് സംതിങ് വിച്ച് പോയിന്റ്സ് ടു ലാംഗ്വേജ് എൻറ്റിറ്റി. ലാംഗ്വേജസ് ഈക്വൽ ടു create selector auth reducer. Auth reducer എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചർ സെലക്ടർ ആണ്. ഓർക്ക് നമ്മളിപ്പം ഫീച്ചർ സെലക്ടറിനകത്ത് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇത് ഫീച്ചർ സെലക്ടർ മാത്രം എടുത്താൽ മതി, നമ്മൾ എൻറ്റിറ്റി സ്റ്റേറ്റ് ഓത്ത് സ്റ്റേറ്റിലാണ് എഴുതിയിരുന്നെങ്കിലാണ്. പക്ഷെ നമ്മളിപ്പം അങ്ങനെ അല്ലല്ലോ എഴുതിയത്. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ലാംഗ്വേജസ്. ഇവിടെ ഇപ്പം ഓത്ത് സ്റ്റേറ്റ് എക്സ്റ്റെൻസ് എൻറ്റിറ്റി സ്റ്റേറ്റ് ഓഫ് ലാംഗ്വേജ് മോഡൽ എന്നായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ വന്നിട്ട് ഓത്ത് റെഡ്യൂസർ തന്നെ ഇവിടെ കൊടുത്താൽ മതിയാവും. കാരണം ഓത്ത് റെഡ്യൂസറിൽ തന്നെ ഹോബീസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ഓത്ത് റെഡ്യൂസറിനകത്ത് നിന്ന് ഡോട്ട് ലാംഗ്വേജസ് എടുക്കണം. ഇവിടെ ലാംഗ്വേജസ് ഒന്ന്. ഇനിയും languages all is equal to create selector of languages, comma. ഇനി നമ്മൾ ഈ റെഡ്യൂസറിനകത്ത് ഇപ്പം എഴുതി വെച്ചിരിക്കുന്ന ലാംഗ്വേജ് സെലക്ടേഴ്സ് നമുക്കിനി ഇവിടെ വേണം. ലാംഗ്വേജ് സെലക്ടേഴ്സ് ഡോട്ട് സെലക്ട് ഓൾ. ഇനി ആപ്പ് ഡോട്ട് കമ്പോണൻസിനകത്ത് വന്നിട്ട് നമ്മൾ നേരത്തെ എഴുതിയത് തന്നെ നമ്മൾ എഴുതാം. ദിസ് ഡോട്ട് ലാംഗ്വേജ് select all languages teachers is equal to this dot store dot type of select all languages. Select language all. അത് നമ്മളിവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതുകയാണ്. ശരിക്കും നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതാൻ പറ്റും.
select all languages. ലാംഗ്വേജ് സെലക്ട് ഓൾ ലാംഗ്വേജസിനകത്ത് 2 ലാംഗ്വേജസ് വന്നു, നമ്മൾ പാസ് ചെയ്ത 2 ലാംഗ്വേജസ് വന്നു. സെലക്ട് ഓൾ ഹോബീസിനകത്ത് ഇത് രണ്ടും വന്നു. ഇത്രയാണ് എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനകത്ത്. ഇനി നമുക്ക് ഈ എൻറ്റിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പാസ് ചെയ്യാനും പിടിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. ഇത് നമ്മൾ ഗെറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞു, അഡാപ്റ്റർ കളക്ഷൻ മെത്തേഡ്സ്. ആഡ് വൺ, ഇപ്പം എനിക്കൊരു ആഡ് വൺ, ആഡ് മെനി, സെറ്റ് ഓൾ, ഇത്രയും നമുക്ക് select map 1. A map 1 entity collection by defining a map entity. Map multiple entities in a defined by similar to array map. ഇത്രയും ഫങ്ഷൻസ്, ഇത്രയും കളക്ഷൻ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ യൂസേജ് ആണ് കിടക്കുന്നത്. ക്രിയേറ്റ് ആക്ഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻറ്റിറ്റി അപ്ഡേറ്റ് 1, set users, add user, upsert users, add users, update user, map user, delete user. ഡിലീറ്റ് യൂസറിനകത്ത് റിമൂവ് വൺ ഓഫ് ഐ ഡി. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത ഇതിനകത്ത് കാണിക്കാം. ഏകദേശം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്താണ് എൻറ്റിറ്റി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒരു സബ്സ്ക്രൈബും കൊടുത്തേക്കുക.